ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേരല്ല കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈദ് വ്ളോഗ് വേണം എന്നുള്ള കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈദ് വ്ളോഗായിട്ട് ചെയ്യാം, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെയ്യാമെന്ന്. ഞാനിപ്പോൾ എണീറ്റ് പല്ല് വെച്ചു, ഇനി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിന് കണ്ടിന്യൂഷൻ ചെയ്യാം. കാരണം ഒരുമിച്ച് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് താമസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കേ, അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞു, കുളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് നമുക്കിവിടെ പത്തിരിയും ചിക്കനും ആയിരിക്കും. ബീഫ് ഉച്ച കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ആവുള്ളൂ. നമുക്കപ്പം പത്തിരിയും ചിക്കനും കഴിക്കാം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? എനിക്ക് ഈ ലോങ് വീഡിയോയിൽ എന്താ ചെയ്യണ്ടേന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. എന്തായാലും ഒരു തട്ടിക്കുട്ടി ഒരു വ്ളോഗ് ആക്കാം. ഓക്കെ. അറപ്പൂസ് ഇന്ന് പെരുന്നാളായിട്ടും ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല. അവനിങ്ങനെ തെണ്ടി നടന്ന് പഠിച്ചു പോയി ഗൈസ്. എന്ത് ചെയ്യാനാ, ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. കുഞ്ഞാപ്പ് വന്നു, കറുപ്പൂസ് ഇതുവരെ വന്നിട്ടില്ല. വരുമായിരിക്കും. എൻ്റെ ഗൈസ്, സുന്ദരിപ്പെണ്ണിന് 2 മക്കൾ അവിടെ ഇരിപ്പുണ്ട്. കറുപ്പൂസാണ് ഇതുവരെ വരാത്തെ. ഇനിയും ഒരുപാട് സമയം വൈകിക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പത്തിരിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. വിശക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ അത്രയ്ക്കൊരു ഇതില്ല. ഞാൻ എല്ലാം മറന്നു പോകും സത്യം പറഞ്ഞാല്. ഇതിന് വേണോ ഭയങ്കര ശല്യവാ, കണ്ടോ? അപ്പം എനിക്കറിയാൻ പാടില്ല ഈ ഒരു വീഡിയോ എന്തായിത്തീരുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. കർപ്പൂസ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. നല്ലൊരു പെരുന്നാളായിട്ട് അവൻ തെണ്ടി തിരിഞ്ഞ് പെണ്ണു പിടിക്കാൻ പോയി നടക്കുവാ. ഒന്ന് മിണ്ടാണ്ടിരിക്കടാ ഒന്ന്. വെളിയിൽ നല്ല മഴയാണ്. ഞാൻ ഇന്ന് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നല്ല മഴയാണ് ഗൈസ്. പക്ഷെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യും, കാരണം ഈ വീഡിയോയിൽ ഒന്നും ഇല്ല. എന്നാലും ഈദ് വ്ളോഗ് ഇടാന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒന്നുമില്ലാലും ഇരുന്ന് കണ്ടോ. ഇപ്പൊ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കണത് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണം കാണിക്കാൻ പറ്റില്ല, കാരണം കറണ്ട് ഇല്ല, വെട്ടമില്ല. ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാ കഴിക്കാനുള്ളതെന്ന്. നമുക്ക് ബിരിയാണി, ഈ പ്രാവശ്യം വലിയരിയുടെ ബിരിയാണി ആയിപ്പോയി. കുഞ്ഞരിയുടെ മേടിച്ചത് മാറിപ്പോയി. ഇപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ട്, അച്ചാറുണ്ട്, പപ്പടം ഉണ്ട്, കച്ചമ്പറുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കഴിച്ച് കാണിച്ചിട്ട് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളരിയുടെ വലിയ ഇഷ്ടമില്ലാത്ത, പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇന്ന് ആരും കാണിക്കാൻ വരില്ല, കാരണം ഇന്ന് ആരും ഇവിടെ വന്നില്ല. വന്നത് ഫാസിലയുടെ ഇക്കാക്ക റിയാസായിരുന്നു, പക്ഷെ അങ്ങനെ കാണിക്കാൻ ഇക്കാക്ക സമ്മതിച്ചില്ല. ഈ പ്രാവശ്യത്തെ പെരുന്നാള് ഒന്നുമില്ലാത്തൊരു പെരുന്നാളായിപ്പോയി ഗൈസ്. എന്തായാലും ഇന്ന് ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാമെന്ന്. കാരണം എല്ലാവരുടെയും സ്റ്റോറിയിൽ ഫോട്ടോസും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ നല്ല രസമായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ എപ്പോഴും അടിക്കണമല്ലോ ടോണർ. നമുക്ക് ഇഷ്ടമുള്ള ടോണർ അടിച്ചോ, നോ പ്രോബ്ലം. പ്ലമ്മിൻ്റെ ഒക്കെ നല്ല ടോണറാണ്. കാരണം എനിക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു ചുമ, എനിക്കറിയില്ല സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോറ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ സ്കിന്നിൽ ചുമന്ന പാടുകൾ വരും, എന്താണെന്ന് അറിയില്ല. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഈ ചെറിയ നനവ് നിൽക്കുമ്പോൾ വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മറ്റേ കോസാറാക്സിൻ്റെ സ്നെയിൽ മ്യൂസ്. ഈ ചെറിയ നനവ് നിൽക്കുക വേണം കേട്ടോ ഈ കോസാറാക്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പം സ്നെയിൽ മ്യൂസിന് ഇട്ട് കൊടുക്കാം. സ്നെയിൽ മ്യൂസിന് ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും. സോഫ്റ്റ് അല്ല, ഒരു ഗ്ലോയിങ് അത് അറിയാൻ പറ്റും കേട്ടോ. ആ ഒരു തിളക്കം ഇതൊന്ന് സ്കിന്നിലേക്ക് ചെറുതായിട്ട് അബ്സോർബ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. ഈ മോയ്സ്ചറൈസർ ഒന്നും ഒരുപാട് ഇടരുത്, ചുമ്മാ ഗ്ലോയിങ് സ്കിൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വാരി ഇപ്പറക്കിടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഗൈസ്, എൻ്റെ കൈ നല്ല നീറുണ്ട്, കാരണം കണ്ടോ മുറിഞ്ഞതാ ഗൈസ്. എൻ്റെ നഖം തന്നെ കണ്ട് മുറിഞ്ഞതാ. എന്നിട്ട് നമ്മളിപ്പം മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. കണ്ടോ ആ ഒരു ഗ്ലോ കാണാനില്ലേ നിങ്ങൾക്ക്? ലാസ്റ്റായിട്ട് നമുക്കൊരു സെറം കൂടി ഇട്ട് കൊടുക്കാം.
ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ പ്രെപ്പിങ് കഴിഞ്ഞു. സംഭവം ഇതിട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് നമ്മുടെ സ്കിന്നിനോട് നമുക്ക് തന്നെ ഒരു ലവ് ഒക്കെ തോന്നും. കണ്ടോ ഗൈസ്, എന്തൊരു ഗ്ലോ ആണ്. നമുക്ക് എന്ത് സംഭവം ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതെന്താ ഗൈസ്, ലിപ്പ് ലൈൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിട്ട് വരാം. എനിക്ക് ഇതിൽ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിപ്പ് ലൈൻ ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ ഇവിടെയും കൂടെ ഒരു അരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് ജസ്റ്റ് നല്ലപോലെ ലൈൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളർ എടുത്ത് നമ്മൾ ലൈൻ ചെയ്യണം. ഓക്കെ, ലൈറ്റ് കളർ വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫില്ല് ചെയ്യാൻ. ഈ ഫണ്ടുകൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം തന്നെയാന്ന് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ ഒരു ഏത് ഒന്നുമില്ലല്ലേ, ആരുമില്ല. ഇനി ഞാനൊരു ഐഡിയ കൂടെ കാണിച്ചുതരാം. ഇപ്പം അത്യാവശ്യം ഡാർക്കായിട്ട് ഇരിക്കണം തോന്നുന്നു. നമുക്ക് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ലൈറ്റ് കളർ ടിൻറ്റ് എടുക്കാം. ടിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടു ഗൈസ്, കുഴപ്പമില്ല, വലിയ രസമില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈലൈറ്റർ പോലെ ലിപ്പിന്റെ ഇവിടെ ഇട്ട് കൊടുക്കാം. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇനി ഒരു ചെറിയ വീഡിയോ എടുക്കാനുണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരാം. അത്രയൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇന്ന് നൈറ്റ് വരെയുള്ള സംഭവം കുറച്ചെങ്കിലും ലോങ് ആവുമെന്ന് തോന്നുന്നുണ്ട് വീഡിയോ. അല്ലെങ്കിൽ എന്താ അവസ്ഥയിലാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടൂല, ചിലപ്പോൾ ഇടും, അങ്ങനെയൊക്കെ. ഓക്കെ ഗൈസ്, ഞാൻ കൊറിയർ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. മെഹബിയും കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റു ഗൈസ്. രണ്ടുപേരും എന്നെ ചവിട്ടി. അപ്പം ഞാൻ കൊറിയർ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വണ്ടി ഓടിക്കാനുള്ള ട്രിക്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഓക്കെ, ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ ആർക്കും മേടിച്ചു കൊടുത്തിട്ടില്ല എന്നല്ല. ഉമ്മച്ചിക്കും അപ്പച്ചിക്കും അനിയനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അലൂമിക്ക് നമ്മൾ ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ചെരുപ്പില്ല എന്നൊക്കെ പരാതി പറയണം കേട്ടോ. അപ്പം ഞാൻ ഒറ്റ മൈൻഡിൽ പോയി ഒരു ചെരുപ്പൊക്കെ മേടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ടിൻറ്റുമോൾക്ക് ഒരു ചെരുപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പാകാണോ നോക്കണം. കുഞ്ഞിതാണോ? എന്റെ കാലിന്റെ ഭാഗമായിരുന്നു. ചെറുതാണെങ്കിൽ പോയി മാറ്റാം. ഇഷ്ടപ്പെട്ടോ? നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിച്ച ചെരുപ്പിന്റെ ഒരു സൈസിന് മുകളിൽ വേണമായിരുന്നു അലൂമിക്ക്. അപ്പൊ അത് മാറ്റാൻ പോയപ്പോ ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് രണ്ടെണ്ണം മേടിച്ചു. കാലുവേദന ഉള്ളതുകൊണ്ട് അലൂമി ഇങ്ങനത്തെ ചെരുപ്പാട്ടോ ഇടുള്ളൂ. അതാ ഇങ്ങനത്തെ മേടിച്ചത്. ഇപ്പൊ ഒരു 10 മണിയായിട്ടുണ്ട്. രാത്രി ഫുഡൊന്നും കഴിക്കുന്നില്ല. എനിക്ക് വിശക്കുന്നില്ല, തീരെ വിശക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. ഈ ഒരു മാംഗോസ്റ്റിൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്കറിയാം ഈ വീഡിയോയിൽ ഒന്നും ഇല്ലാന്ന്. പക്ഷെ ഞാൻ ഈദ് വ്ലോഗ് ഇടാന്ന് പറഞ്ഞിട്ട് ഇടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.